ഈശംശിയായി സ്നേഹമുള്ളവരെ, രാമനാഥപുരം രൂപതയുടെ ഡിഡാക്കെ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ മുമ്പിൽ ഞാനിന്ന് നിൽക്കുമ്പോൾ എൻ്റെ അടുത്തേക്ക് വന്ന ചില ചോദ്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതിനെക്കുറിച്ച് മറ്റൊരു ചോദ്യം വന്നിരിക്കുന്നതാണ്. അതായത് പല മതങ്ങളും പഠിപ്പിക്കുന്നു ദൈവത്തിലുള്ള വിശ്വാസമാണ് രക്ഷയിലേക്ക് നയിക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ ചിലർ പറയില്ലേ, ചിലർ നല്ല കരുണയുള്ളവനാണ്, പക്ഷേ വളരെ ധാർമ്മികതയുള്ളവനാണ്, പക്ഷേ ഡസ് നോട്ട് ബിലീവ് ഇൻ ഗാഡ്. ധാർമ്മികതയുള്ള ആളാണ്, കരുണയുള്ള ആളാണ്, പക്ഷേ ദൈവത്തിൽ വിശ്വാസമില്ല. അപ്പോൾ അവർക്ക് രക്ഷപ്പെടുമോ? ദൈവത്തിലുള്ള വിശ്വാസത്തിലൂടെയാണ് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ, അപ്പോൾ വിൽ ദേ ഗോ ടു ഹെൽ? നരകത്തിലേക്ക് പോകുമോ? വാട്ട് അബൌട്ട് സമ്മൺ ഹു ബിലീവ്സ് ഇൻ ഗാഡ് ബട്ട് ആക്ട്സ് റോങ്ലി അഗൻസ്റ്റ് ഗാഡ്സ് കമാൻഡ്മെൻറ്റ്സ്? ചിലരുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നു, എപ്പോഴും പള്ളിയിൽ പോകുന്നു, വചനം വായിക്കുകയൊക്കെ ചെയ്യുന്നു, പക്ഷെ പുറത്തിറങ്ങുമ്പോൾ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ അവരുടെ കാര്യം എന്തായിരിക്കും? തെറ്റായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായിട്ട് അവർ ചെയ്യുന്നു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് മാത്രമല്ല, ഈവൻ അഗൻസ്റ്റ് ദെയർ ഓൺ കോൺഷ്യൻസ്, പ്രിക്ക് ഓഫ് കോൺഷ്യൻസ് നമ്മളിപ്പോൾ സാധാരണ പറയില്ലേ, മനസ്സാക്ഷിക്ക് വിരുദ്ധമായിട്ട് ചെയ്യുന്നു. എങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത് എന്നാണ് പറയുന്നത്. നമുക്കറിയാം, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബിലീവ് ഇൻ ഗാഡ്, മൊറാലിറ്റി ആൻഡ് സാൽവേഷൻ ഇസ് കോംപ്ലക്സ് ഇഷ്യൂ. അതായത് ദൈവത്തിലുള്ള വിശ്വാസവും ധാർമ്മികതയും രക്ഷയെന്ന് പറയുന്നത് അതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള, സങ്കീർണമായിട്ടുള്ള ഒരു വിഷയമാണ്. ഒരു കാര്യം നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ദൈവത്തിലുള്ള വിശ്വാസവും നമ്മുടെ ധാർമ്മികമായ ജീവിതവും കറസ്പോണ്ടിങ് ആയിട്ട് പോകണം. ദൈവത്തിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ. ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ അടയാളമാണ്, യഥാർത്ഥത്തിലുള്ള വിശ്വാസത്തിൻ്റെ അടയാളമാണ് നമ്മൾ ധാർമ്മികരായിരിക്കും എന്നുള്ളത്. കാരണം നമുക്കറിയാലോ, ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനത്തിലെ 11-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തിൽ വിശ്വസിക്കാതെ, ഒരിക്കലും വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ മനുഷ്യന് സാധ്യമല്ല. ആ വിശ്വാസത്തെക്കുറിച്ച് യാക്കോബ് പറയുകയാണ്, പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണ്. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് പ്രവർത്തിക്കുന്നതാണ്. പ്രവർത്തനരഹിതമാകരുത്. പ്രവർത്തിക്കുന്ന വിശ്വാസം യഥാർത്ഥ വിശ്വാസം എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിൽ വിശ്വസിക്കുന്നതിൻ്റെ ആനുപാതികമായിട്ടുള്ള ധാർമ്മിക ജീവിതം, പുണ്യജീവിതം അതിനുശേഷം ഉണ്ടാകണം. അപ്പോൾ അതുകൊണ്ട് ചോദിക്കും ചോദ്യം ഇതാണ്. അതായത് അങ്ങനെയാണെങ്കിൽ ദൈവത്തിൽ വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞ നിരീശ്വരർ, അവർ കരുണയുള്ളവരാണ്, അവർ ദയയുള്ളവരാണ്, ധാർമ്മികരാണ്, നല്ല ജീവിതം നയിക്കുന്നു, ഒരാൾക്കെതിരെ പ്രവർത്തിക്കുന്നില്ല, ഒരു തരത്തിൽ മോഷ്ടിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, അങ്ങനെ ജീവിക്കുന്നവരുണ്ട്. അതിന് പറയുന്ന കാര്യം ഇതാണ്, ദൈവത്തിൽ വിശ്വാസം എന്ന് പറയുന്നത് ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിൽ, അവൻ നിരീശ്വരനാണെങ്കിലും ഈശ്വരവിശ്വാസിയാണെങ്കിലും അവൻ്റെ ഹൃദയത്തിൽ എൻഗ്രേവ് ചെയ്തിരിക്കുന്ന ഒരു മനസാക്ഷിയുണ്ട്. അത് ദൈവത്തിൻ്റെ സ്വരമാണ്. അപ്പോൾ ആ മനസാക്ഷി അനുസരിച്ച് അവൻ ജീവിക്കുമ്പോൾ ബേസിക്കലി ഹീസ് എ ബിലീവർ ഇൻ ഗാഡ്. ദൈവം മനുഷ്യ ഹൃദയത്തിൽ എൻഗ്രേവ് ചെയ്തിരിക്കുന്ന, ആലേഖനം ചെയ്തിരിക്കുന്ന മനസാക്ഷി. ആ മനസാക്ഷിയുടെ സ്വരമനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വരമനുസരിച്ച് ദൈവത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്നതിൻ്റെ അടയാളമാണ്. അപ്പോൾ നിയതമായ രീതിയിൽ, പ്രഖ്യാപിതമായ രീതിയിലുള്ള ദൈവവിശ്വാസത്തിൻ്റെ പ്രഘോഷണങ്ങൾ അല്ലെങ്കിൽ ഏറ്റുപറച്ചിലുകൾ ഇല്ലെങ്കിലും കൈൻഡ് ആയിട്ട്, മോറലായിട്ട് ജീവിക്കുന്ന നിരീശ്വരവാദി അൾട്ടിമേറ്റ്ലി ഉള്ളിൻ്റെ ഉള്ളിൽ ആ നാച്ചുറലായിട്ടുള്ള കോൺഷ്യൻസിലൂടെ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയാനായിട്ട് സാധിക്കും. അതായത് ദൈവത്തിൻ്റെ വഴികളിലൂടെ നടക്കുന്ന വ്യക്തികളായിട്ട് മാറുന്നു. അപ്പോൾ അതാണ് നമ്മൾ ആ രീതിയിലാണ് നിരീശ്വരരായിട്ടുള്ളവരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. അപ്പോൾ അതുകൊണ്ട് നിരീശ്വരരാണെങ്കിലും അവർ ധാർമ്മിക ജീവിതം നയിക്കുന്നവർ, കരുണയുള്ള ജീവിതം നയിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഉള്ളിൻ്റെ ഉള്ളിലുള്ള മനസാക്ഷിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള, ആലേഖനം ചെയ്തിട്ടുള്ള ആ ദൈവിക നാച്ചുറൽ ലോസിന് ആനുപാതികമായിട്ടുള്ള ജീവിതമാണ് അവർ നയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ആ ഒരു രീതിയിലാണ് വിശ്വാസത്തെ നമ്മൾ കാണേണ്ടത്. ഈ ഹെൽ എന്ന് പറയുന്ന, നരകം എന്ന് പറയുന്നതാണ് ടോട്ടൽ ബ്രേക്കിംഗ് അപ്പ് ഓഫ് റിലേഷൻഷിപ്പ്. ദൈവവുമായിട്ടുള്ള ബന്ധത്തിലുള്ള പരിപൂർണമായിട്ടുള്ള വേർപെടലാണ് യഥാർത്ഥത്തിൽ ഈ ഹെൽ അല്ലെങ്കിൽ നരകം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചിലർ അതിനെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്, അത് സെപ്പറേഷൻ ഫ്രം ഗാഡ്, ദൈവത്തിനൊരു സെപ്പറേഷൻ. പക്ഷെ കത്തോലിക്ക പ്രബോധനം അനുസരിച്ച് ഹെൽ എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള കംപ്ലീറ്റ് ബന്ധത്തിലുള്ള പരിപൂർണമായ വിച്ഛേദനമാണ് ഈ ഹെൽ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. പാപം വഴി
അവിടെ ഉദ്ദേശിക്കുന്നത് അവിടെ ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ വിശ്വസിച്ചു എന്ന് നാവുകൊണ്ട് അതരം കൊണ്ട് ഏറ്റു പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണങ്ങൾ ലംഘിച്ചത് വഴിയായിട്ടുണ്ടാകും ചാവുദോഷം. അതുവഴിയായിട്ട് മനുഷ്യനിൽ നഷ്ടപ്പെടുന്ന സ്വർഗം, ശുദ്ധീകരണ കർമ്മത്തിൽ പോലും പറ്റും ചാവുദോഷം. അത്രയും കഠിനമായി പാപം ചെയ്യുന്നവർക്കാണ് നമുക്ക് ഈ ശുദ്ധീകരണ സ്ഥലം പോലും ലഭിക്കാത്ത രീതിയിലുള്ള നഷ്ടം നമുക്ക് സംഭവിക്കുന്നത്. അതിനാണ് നമ്മൾ സാധാരണ നരകം എന്ന് പറയുക. അത് ടോട്ടൽ ബ്രേക്ക് ഡൗൺ ആണ്, പരിപൂർണമായിട്ടുള്ള വിച്ഛേദനമാണ് ദൈവത്തിൽ നിന്ന്, ടോട്ടൽ ബ്രേക്കിംഗ് അപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ഫ്രം ഗാഡ്. അപ്പോൾ അത് നമുക്ക് ആ രീതിയിൽ തന്നെ നമ്മൾ കാണണം. അത് ഈ പാപം ചെയ്ത വഴിയായിട്ട് ദൈവത്തിൽ നിന്ന് അകലുന്ന, രക്ഷ പരിപൂർണമായി നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ്. ആ രീതിയിലാണ് അതിനെ നമ്മൾ കാണേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ചുരുക്കത്തിൽ പറയുന്നതാണ്, ദൈവത്തിലുള്ള വിശ്വാസമാണ് അൾട്ടിമേറ്റ്ലി നമ്മൾ രക്ഷയിലേക്ക് നയിക്കുന്നത്. ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് അതരം കൊണ്ട് പറയൽ മാത്രമല്ല, അതനുസരിച്ച് ദൈവത്തിൻ്റെ പ്രമാണങ്ങളനുസരിച്ച് ജീവിക്കുമ്പോഴാണ് യഥാർത്ഥ വിശ്വാസി നമ്മളെക്കുറിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ. ആ വിശ്വാസമാണ് നമ്മൾ രക്ഷയിലേക്ക് നയിക്കുന്നത്. പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നു, ധ്യാനത്തിൽ പങ്കെടുക്കുന്നു, അല്ലെങ്കിൽ വചനം വായിക്കുന്നു, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു, അതുകൊണ്ട് മാത്രം രക്ഷ കിട്ടില്ല. അതിന് ആനുപാതികമായ രീതിയിലുള്ള ധാർമ്മികതയുടെ, നീതിബോധത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, കൂട്ടായ്മയുടെ, സഹകരണത്തിൻ്റെ ജീവിതം നമ്മൾ നയിക്കുമ്പോഴാണ് ഈ വിശ്വാസത്തിലൂടെയുള്ള രക്ഷ. അതാണല്ലോ പൗലോസ്ലീഹ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തുന്നത്. വിശ്വസിച്ചാൽ രക്ഷ പ്രാപിക്കും. കർത്താവ് തന്നെ പറഞ്ഞിരുന്ന വിശ്വസിച്ചാൽ രക്ഷ പ്രാപിക്കും. എത്രയോ പ്രാവശ്യം കർത്താവ് ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളത് ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത് ബോത്ത് ബിലീവ്, കൺഫെഷൻ ആൻഡ് പ്രാക്ടീസ്, അതായത് ഏറ്റുപറച്ചിലും പ്രായോഗിക ജീവിതവും, അതിനുള്ള അത് തമ്മിലുള്ള ഒരു കറസ്പോണ്ടൻസ്, ഒരു കൺഫോർമിറ്റി ഉണ്ടാകണം. അപ്പോഴാണ് രക്ഷ. അപ്പോൾ ആ വിശ്വാസം, അങ്ങനെയുള്ള ദൈവത്തിലുള്ള വിശ്വാസമാണ് രക്ഷയിലേക്ക് നയിക്കുന്നത്. ആ രീതിയിൽ നമ്മളതിനെ മനസ്സിലാക്കണം. അപ്പോൾ അതാണ് വിശ്വാസവും അതുപോലെ തന്നെ ഇത് നമ്മളുള്ള ദൈവവുമായിട്ടുള്ള ബന്ധം പറയുന്നത്. അടുത്ത